ക്രിമിനൽ കേസ് എടുക്കണമെന്ന് ദേവസ്വം വിജിലൻസ് ശുപാർശ ചെയ്ത ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. പത്തനംതിട്ട ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറായിരിക്കുന്ന ദിലീപ് കുമാറിനാണ് ദേവസ്വം ബോർഡിന്റെ വഴിവിട്ട സഹായം. ദേവസ്വം വിജിലൻസ് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥന് ബോർഡ് സംരക്ഷണം ഒരുക്കുന്നു. ജനം എക്സ്ക്ലൂസീവ് പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഈ വാർത്ത സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ. ഈ വർഷം ഏപ്രിൽ മാസമാണ് ഇത്തരത്തിലുള്ളൊരു റിപ്പോർട്ട് ദേവസ്വം വിജിലൻസ് കൊടുത്തത്. നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശവും നൽകി. ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു ഈ നിർദ്ദേശത്തിൽ പറയുന്നത്. ഇതിന്റെ രേഖകൾ ഈ ജനം TV പുറത്തുവിട്ടിട്ടുണ്ട്. 2020 സമയത്തെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള വ്യക്തമായ ഒരു കണ്ടെത്തൽ ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കണ്ടിയൂർ ക്ഷേത്രത്തിൽ ഈ സേവനം നടത്തിയ കാലയളവിൽ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയതായിട്ടായിരുന്നു ആ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ വന്നത്. ഏതാണ്ട് 16 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടത്തി എന്നുള്ളതായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. ഈ മൃത്യുഞ്ജയ ഹോമത്തിൽ സപ്ലയർ തുക കുറച്ച് കാണിച്ച 16 ലക്ഷത്തോളം രൂപയുടെ അഴിമതി നടത്തി എന്നുള്ളതായിരുന്നു ആരോപണം. അപ്പോൾ ഇത്ര വലിയൊരു ആരോപണം നേരിടുന്ന, ഇത്ര ലക്ഷക്കണക്കിന് രൂപയുടെ തിരിമറി നടത്തിയെന്ന ആരോപണം നേരിടുന്ന, ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ദേവസ്വം വിജിലൻസ് തന്നെ ആവശ്യപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ചു നിർത്താൻ ആരാണ് പിന്തുണ നൽകുന്നത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം. ഇത്തരം നിയമനങ്ങളിലെല്ലാം ഈ രീതിയിലുള്ള ക്രമക്കേടുകളും അല്ലെങ്കിൽ ചട്ടവിരുദ്ധ നടപടികളും നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകൾ എന്തായാലും ജനം TVയിൽ നിന്നുണ്ടാകും. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഒരു ജില്ലയുടെ മുഴുവൻ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ മുഴുവൻ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെയാണ് ഇത്ര വലിയൊരു ആരോപണം വന്നതും അത് ആരോപണത്തിൽ കഴമ്പുണ്ടെന്നുള്ള കണ്ടെത്തൽ ദേവസ്വം വിജിലൻസ് നടത്തിയതും ക്രിമിനൽ നടപടിക്ക് ശുപാർശ ചെയ്തതും. എന്നിട്ടാണ് ഇത്തരമൊരു അഴിമമ്പൻ സമീപനം അല്ലെങ്കിൽ അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്താനുള്ള ഒരു നടപടി ദേവസ്വം ബോർഡിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. രോഹിണി. ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.